നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ ജൂനിയർ ടെക്നീഷ്യൻ ഒഴിവിലേക്ക് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥിര നിയമനമാണ്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 ഒക്ടോബർ 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുകയും ചെയ്യണം. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ എന്നുള്ള 108/2025 കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശമ്പളം പറഞ്ഞിട്ട് 31,690 മുതൽ 73,720 വരെയാണ്. പോസ്റ്റിൻ്റെ പേര് ജൂനിയർ ടെക്നീഷ്യൻ കം FRP പൈപ്പ് വെസൽ ഫാബ്രിക്കേറ്റർ എന്നുള്ളതാണ്. ഒരു ഒഴിവാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലാണ് ഈ വേക്കൻസി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ട് 26 വയസ്സാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ട്. എന്നാൽ SC/ST-കാരെ കണ്ടിട്ട് 5 വർഷവും OBC നോൺ ക്രിമിനലുകാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധി ലഭിക്കുന്ന ഇളവ് ഇവിടെയും ബാധകമായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. വേണ്ട യോഗ്യത പറഞ്ഞിട്ട് 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതുപോലെ ITI ട്രേഡ് പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ഓപ്പറേഷനിലുള്ള ITI സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. സ്ഥിര നിയമനമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വർഷം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ട്രെയിനിങ് ആയിരിക്കും. ട്രെയിനിങ് പീരീഡ് സ്റ്റൈപ്പൻഡ് ആയിരിക്കും ലഭിക്കുക. പ്രതിമാസം 15,000 രൂപ ആയിരിക്കും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. തുടർന്ന് സ്ഥിര നിയമനം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കെയിൽ അപ്പ് ചെയ്തുള്ള ശമ്പളമായിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപേക്ഷാ ഫീസുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ് OBC കാൻഡിഡേറ്റ്സിനൊക്കെ 300 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST-കാരായ വിഭാഗത്തിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് 75 രൂപ മതിയാവും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് https:/jobs.kpesrb.kerala.gov.in സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അതിനകത്ത് സെലക്ഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ കരിയർ പേജ് എടുക്കുക. കരിയർ പേജിൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്നുള്ള സെലക്ട് ചെയ്യുക. അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി മുന്നെടുത്ത സ്ഥിര നിയമനമാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു. കേരള ഗവൺമെൻറ് കീഴിലൊരു മികച്ച കമ്പനിയാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്നത്. കൊല്ലം അടുത്ത് ചവറയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവിടത്തേക്ക് വേണ്ട ഈ നിയമനം. ഇതിലേക്ക് നിങ്ങൾ താല്പര്യമുള്ളവർ ഒക്ടോബർ 31 വരെയാണ് അപേക്ഷിക്കേണ്ട. ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷിക്കുന്ന കാര്യം മനസ്സിലാക്കുക. താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി എടുത്ത്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കും. നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഒക്ടോബർ 31 മുമ്പ് നിങ്ങൾ അപേക്ഷിക്കുക. കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റ് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. സൈറ്റ് എന്ന് പറയാം https:/jobs.kpesrb.kerala.gov.in ഈ സൈറ്റ് വഴി നമുക്ക് ഒക്ടോബർ 31 വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. താല്പര്യമുള്ളൊരു അവസരം പരമാവധി വിനപ്പെടുത്തുക. താങ്ക് യു.